നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. പേരുമാറ്റം ഒരു ശീലമായതുകൊണ്ട് തന്നെ ഓരോ പേരിലും എത്ര കളിച്ചു, അതിലെത്ര ജയിച്ചു എന്നതൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു ഈ സംഘത്തെ നേരിടുമ്പോൾ. ഈ പേരുമാറ്റത്തിൽ ഇതുവരെ തോൽപ്പിക്കാനായിട്ടില്ല എന്ന കണക്കും യുവാൻ ഫെറാൻഡോ എന്ന പരിശീലകനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം കണ്ടെത്താനായിട്ടില്ല എന്ന കണക്കും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം കൊൽക്കത്തയിൽ തന്നെ കണക്ക് തീർത്തിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആശാനും പിള്ളേരും. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ ഭയന്നവർക്കും മുന്നിൽ ഈ സംഘം ഒന്നുമല്ല, വെറും ഹൈപ്പ് മാത്രമാണെന്ന് കാണിച്ചു കൊടുത്ത തകർപ്പൻ കളി. ദിമിത്രിയോസ് ഡാമൻഡക്കോസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് ദേവൻ മത്സരത്തിൻ്റെ 9-ാം മിനിറ്റിൽ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ 3 പ്രതിരോധ താരങ്ങളെയും വെട്ടിച്ച് ഗോൾ കീപ്പർ വിശാൽ കെയ്ത്തിനെയും കീഴടക്കി നേടിയ മനോഹരമായ ഗോളിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രം മാറ്റിയെഴുതിയത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തുടർച്ചയായ 3-ാം വിജയമെങ്കിൽ 3ഉം ക്ലീൻ ഷീറ്റോടെയുള്ള വിജയം കൂടിയാവുമ്പോൾ മാറ്റും കൂടുന്നു. മാത്രമല്ല, അവസാന 2 മത്സരങ്ങൾ ക്ലീൻ ഷീറ്റോടെ വിജയിച്ചത് മുംബൈ സിറ്റി എഫ്.സിക്കെതിരെയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയുമാവുമ്പോൾ പണക്കൊഴുപ്പിനെതിരെ പാഷൻ കൊണ്ട് നേടിയെടുത്ത തിളക്കവും ഒപ്പം ചേരുന്നു. തുടക്കം മുതൽ മികച്ച ആക്രമണം തന്നെ പുറത്തെടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ആദ്യ പകുതിയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനായില്ല എന്ന് തന്നെ വേണം പറയാൻ. 2-ാം പകുതിയിൽ ആക്രമണത്തിന് മൂർച്ച കൂട്ടിയ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് ലെസ്കോ ഡ്രിങ്കിച്ച് സഖ്യം തീർത്ത പ്രതിരോധം ഭേദിക്കാനുമായില്ല. ബ്രേക്കിന് പിരിയുമ്പോൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഏറെ സന്തോഷിക്കാനുള്ള വക തന്നെ സമ്മാനിക്കുന്നു ഈ ഡിസംബർ.